Our hearts beat to the city streets. We began to feel the കരയണില്ലേ നിങ്ങളൊന്നും? പോവാമേന്നാ മോനെ ഏൽപ്പിച്ചു തരണം. കൈവിട്ടെങ്ങാനും പോയ ഇംഗ്ലീഷ് It's young and it's just begun as she puts her hand. ഹലോ, നമ്മള് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് പോവാൻ പോവാണ്. അമ്മൂസ് സങ്കടത്തില്, അമ്മൂസ് മാത്രമല്ല കേട്ടോ, അമ്മ ഇവിടെ സങ്കടത്തിലിരിക്കാണ്. ഉണ്ണിയുടെ മുഖം പിന്നെ കാണിക്കണ്ട, ഉണ്ണി ഭയങ്കര സങ്കടത്തിലാണ്. ഉണ്ണി ഒരക്ഷരം ഉണ്ടാവുകയാണ് ഇങ്ങനെ ഇപ്പൊ പൊട്ടിക്കരയെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണേ. തളർത്തി. അച്ഛൻ മാത്രം ഇവിടെ ഭയങ്കര സന്തോഷത്തില്. ഇതുവരെ പോയിട്ടില്ലല്ലേ? ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് അമ്മ. എന്താണോ എന്തോ മണിക്കുട്ടി ഉണ്ട്. ഇവർ രണ്ടുപേരും ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കുട്ടനും അമ്മൂസും വരുന്നുണ്ട്. അമ്മൂസൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. അമ്മക്ക് ഇവിടെ നെയിൽ പോളിഷ് ഒക്കെ അടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടിപ്പിച്ച് ഫുള്ള് ഒരുക്കി സെറ്റാക്കും. കമ്മലൊക്കെ മാറ്റി സ്വർണത്തിന്റെ അമ്മലൊക്കെ ഊരിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പാണ് പോണേ. എവിടെ പോണേന്നുള്ളത് അവിടെ ചെന്നിട്ടാണ് സർപ്രൈസ്. അയ്യോ, അപ്പൊ എല്ലാരും വിഷമത്തിലാണ് എയർപോർട്ടിലോട്ട് പോണേ. ഇവര് രണ്ടുപേരും ഇവിടെ, പിന്നെ 2 ഡോഗുകള് ഇവിടെ, 3 ഡോഗ്. ഇത് അമ്മയ്ക്ക് അതാണ്, ഡോഗിനെ ഒറ്റക്ക് ഇട്ടിട്ട് പോവാൻ ഇതായതുകൊണ്ടാണ് പോകാൻ പറ്റില്ല അവർക്കൊക്കെ. ഇവര് പിന്നെ ടൂറ് പോകുമ്പോളേ കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യവും നോക്കിക്കോളും. പിന്നെ ഇവരങ്ങോട്ട് പോകും. പിന്നെ എനിക്കിതുപോലെ ഇവരോട് 5 ദിവസമൊക്കെ ഇടുമ്പോ ഇനി ഉണ്ണിക്കുട്ടനും അമ്മൂസൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും ഒരു പക്വതയുള്ള കുട്ടികളായി കാണും. തന്നെ എല്ലാം എന്താണ് രണ്ടുപേരും. അമ്മൂസിനി അരിയൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് വീട്ടില് അരിയൊക്കെ ഞാൻ അമ്മയുള്ളപ്പോഴത്തേക്കും 11 മണി അല്ല 12 മണി കഴിഞ്ഞേ പാരത്തിൽ കഴിക്കുള്ളൂ. കുഴപ്പമില്ലല്ലോ. പൈസയൊക്കെ അമ്മൂസ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു ഇവിടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന്. എനിക്ക് കിട്ടാനുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് ഇവരുടെ കരച്ചിൽ കാണിച്ചു തരാം. കരയമ്മേ, കരയൂന്ന് ഉറപ്പാ. ഇപ്പൊ തന്നെ നോക്ക്, അമ്മൂസ അറിയാ തീ കുരുത്തയാന്ന്. ഉണ്ണിക്കുട്ട, ഉണ്ണി തീ കുരുത്തല്ലേ? ഉണ്ണി ഇപ്പൊ തന്നെ വീഴും. അത് ശരിയാട്ടാ, ഉണ്ണി അവിടെ വെച്ചിട്ട് അമ്മയെ കാണേന്ന് പറഞ്ഞ കരണവനാണ്. നമ്മളങ്ങനെ എയർപോർട്ട് എത്തി. അയ്യോ, ഭയങ്കര സ്പീഡിലായി പോയല്ലേ. ഇവർക്ക് ഇവിടെ ടാറ്റ തരാൻ നിൽക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ. പക്ഷേ പാർക്ക് ചെയ്തിട്ടൊക്കെ വരണം. നമുക്കാണെങ്കിൽ ടൈമില്ല, നമ്മൾ ഇച്ചിരി ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോവാന്ന് വെച്ചു. പക്ഷെ കരച്ചില് കാണുമെന്ന് വിചാരിച്ചിട്ട് കരയണില്ലേ നിങ്ങളൊന്നും? ബൈ മണിക്കുത്തി, പോയിട്ട് വരാം കേട്ടോ. ബൈ. നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നോളണം. ആരും ഇല്ലാന്നൊക്കെ വെച്ച് നന്നായിട്ടൊക്കെ ഇരുന്നോണം ഏട്ടല്ലോടി. നമ്മുടെ പാക്കിംഗ് സാധനങ്ങൾ അച്ഛൻ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. എല്ലാം സെറ്റ് അല്ലേ? പോവാം. എക്സൈറ്റഡ്. കരയാമേ? ആരും കരയണില്ല. ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിലും പ്ലെയിനിലും കയറാം. തായ്ലൻഡ് പോകാൻ അച്ഛനെ പോയി കഴിഞ്ഞു.
മോനെ ഏൽപ്പിച്ചു തരണം. കൈവിട്ടെങ്ങാനും പോയാ ഇംഗ്ലീഷ് ഭാഷ കാണിച്ച് അമ്മൂസ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ വാക്കുകള്. നമുക്ക് ആകെ അറിയാനേ അറിയുള്ളൂ. ഞാനത് പഠിപ്പിച്ചു. ഓക്കെ ബൈ. ഇഷ്ടമൊന്നുമില്ലല്ലോ. നമ്മള് ലേറ്റായി. വാ പോവാം. അച്ഛൻ ഇതിലൊന്നും പങ്കെടുക്കണില്ലേ? ഇതിലൊന്നും പങ്കുചേരണില്ലേ? പോയല്ലേ. അങ്ങനെ ഒരു വിധത്തിൽ അമ്മേനെ ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അപ്പോൾ നമ്മൾ കയറാൻ പോവാം കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഇതുവരെ എയർപോർട്ടിൽ ഞാൻ പോയിട്ടുള്ള സമയത്തൊന്നും ഇത്ര തിരക്ക് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഇത്രയും തിരക്ക് കാണണേ. രാത്രി ആയതുകൊണ്ട് ഞാൻ തീരെ തിരക്ക് പ്രതീക്ഷിക്കാതെയാണ് പോയത്. പക്ഷെ അന്ന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതേ ബാഗ് കയറ്റി വിടാനായിട്ട് പോയി നിൽക്കാം കേട്ടോ. അത് ഈ സാധനങ്ങളൊന്നും കയറ്റരുത്. ഞാൻ അമ്മേനെ കാണിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അമ്മേനെ ഇങ്ങനെ എല്ലാ പുതിയ കാര്യങ്ങൾ കാണിക്കാനായിട്ട്. അമ്മ ഇതുവരെ പോയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ടൈം ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോഴാട്ടോ ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് ടൈമില്ലേ, അങ്ങനത്തെ ഒരു സമയമില്ല. ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഫുള്ളൊരു റെസ്റ്റിംഗ് ടൈമേ ഇല്ല. ഇതിപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു റെസ്റ്റിംഗ് ടൈം പോലെ ഒരു എന്താ പറയുക, ഡീടോക്സിഫിക്കേഷൻ പോലെ. നമ്മൾ എയർപോർട്ടിലെത്തി. അമ്മൂസിനെ അവിടെ ഇരുന്നിട്ടൊരു സമാധാനം ഇല്ലെന്ന് തോന്നണേ. ദൂരെ വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ ഈ ഒരു ഡ്രീം ട്രിപ്പിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളെ മെൻഷൻ ചെയ്യണം. സതീഷ് ചേട്ടൻ, സ്മിറ്റൻ ഹോളിഡേയ്സ് ആൻഡ് ട്രാവൽസിൽ നമ്മൾ പണ്ട് മാൽദീവ്സിൽ പോയില്ലേ, അപ്പോൾ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന സെയിം ആ ചേട്ടനാണ് കേട്ടോ. ചേട്ടനാണ് നമ്മളെ പാർഷ്യലി സ്പോൺസർ ചെയ്തിരിക്കണേ. ദാറ്റ് മീൻസ് അവിടെയുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ പുള്ളി അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തു. കാരണം എന്താ വെച്ചാൽ അച്ഛനും അമ്മയായിട്ട് പോകുമ്പോൾ എനിക്ക് എല്ലാം നല്ല കറക്റ്റിന് നടക്കണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും കറക്റ്റായിട്ട് വരണം എന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ എൻക്വയറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആളെ കോൺടാക്ട് ചെയ്യാം. ആളെല്ലാം നല്ല വൃത്തിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് തരും. സോ അപ്പോൾ നമ്പർ ഞാൻ അവിടെ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഊപ്പാട് ഇളകി. 12 മണി 12 മണി എന്ന് പറഞ്ഞിട്ട് 1:23 1:23 ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇപ്പതേ ബോർഡിങ് തുടങ്ങാറായി. കുറെ പേർക്ക് വെയിറ്റ് ചെയ്തിരിക്കണ്. വിഷമിച്ച അമ്മേ, ഉറങ്ങണായിരുന്നു. അച്ഛൻ്റെ ഒരു ഇതും ഇല്ലാണ്ട് അവിടെ. എങ്ങനെയുണ്ട് അച്ഛൻ? അച്ഛനാണ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം മെയിൻ ആള്. ഒന്നും കേൾക്കണ പോലും ഇല്ല. ഇപ്പോഴും വെച്ചെടുക്കും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ. ഇത് 2 ചെവിട്ടിലും തള്ളി കയറ്റി വെച്ചുണ്ടേ ആരെങ്കിലും ഇങ്ങനെ ചെവിട്ടിൽ 2 കയറി ഒന്നും കേൾക്കണില്ല. എന്നിട്ട് മോളായിരുന്നു. ഓരോ അച്ഛനുള്ളവര് നോക്കാണ് ഇങ്ങനെ എടുക്കും ഒരാളെ. അയ്യോ, ഫ്ലൈറ്റിൽ കയറി ഉറങ്ങാനാണ് അമ്മേ? ഫ്ലൈറ്റിൽ കയറി ഉറങ്ങുമോ? ഉറങ്ങാം. നേരത്തെ കയറിയാ നേരത്തെ ഉറങ്ങാം. രാവിലെ 7-8 മണിക്ക് എത്തും. എത്ര പേര് ഇരിക്കാൻ പറ്റും? ശരിയാ, അമ്മക്ക് ഇഷ്ടംപോലെ സംശയങ്ങളാണ്. ഫസ്റ്റ് ടൈം കയറുന്നോണ്ട് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ഫ്ലൈറ്റില്? നമ്മൾ ഈ കയറുന്നത് വലിയ ഫ്ലൈറ്റ് ആണോ? സ്ഥലമുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കോളൂ. വരുന്നോ? നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു. എക്സൈറ്റഡ് ആണോ അവേ? പക്ഷെ ഒന്നും കാണാൻ പറ്റൂല രാത്രി ആയതുകൊണ്ട്. പാവം. സാരില്ല, നമുക്ക് നാളെ രാവിലെ ആകുമ്പോഴേ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം. ഒരാള് സൈഡ് സീറ്റ് കൊടുത്തപ്പോഴേക്ക് സൈഡ് സീറ്റിൽ ഇരിക്കുമ്പോഴേക്ക് ഇറുകിയിരിക്കണം.
ജനല് തുറക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് അവിടെ ഇരുന്നത്. ഒന്നുമില്ലാത്തോണ്ട് പ്ലെയിൻ ഇങ്ങനെ പൊങ്ങിയപ്പോഴുള്ള അമ്മയുടെ എക്സ്പ്രഷൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, ഇരുട്ടായി പോയി. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇരുട്ടാണെങ്കിലും പിന്നെ രസമല്ലേ കാണാനായിട്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് അതിനെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇരുട്ടായതുകൊണ്ട് വെളിയിലൊന്നും ആർക്കും ഒന്നും കാണാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിൻ്റെ അടുത്ത പീക്കിലാണ്. ഇങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ എത്ര നാളായിട്ട് പ്ലാൻ ചെയ്യണം, ഒരു 2 വർഷത്തിന് മേലെയായിട്ട് പ്ലാൻ ചെയ്യുക. ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറിപ്പോവാം. ഓരോ ഇതായപ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാണ്ടായി, പിന്നെ അച്ഛൻ്റെ മുട്ടിന് വയ്യാണ്ടായി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓരോ അസുഖങ്ങൾ കാരണം എയർപോർട്ടിൽ പോകാൻ പറ്റാണ്ടായി. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിരുന്നത്. ഇത്തവണ എന്തായാലും എനിക്ക് പോയാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തീരുമാനം എടുത്ത് ഇവരെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരണ്ടേ. അച്ഛൻ പിന്നെ വരും കേട്ടോ, അമ്മ എന്തേതാ വരില്ല. അമ്മേനെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അമ്മ ഇങ്ങനെ ഒന്നും വെളിയിൽ ഇങ്ങനെ യാത്ര ചെയ്തൊന്നും കണ്ടിട്ടില്ല, പല ആളുകളെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് പോണതാണ് തായ്ലൻഡ്. അപ്പോൾ പല വെറൈറ്റി ഓഫ് ആളുകളെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ അത് തന്നെ സെലക്ട് ചെയ്ത് പിടിച്ച് വലിച്ചാണ് അമ്മേനെ കൊണ്ടുപോകണേ. അമ്മ അല്ലെങ്കിൽ വരില്ല. ഞാൻ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് അമ്മേനെ ഞാൻ വിളിച്ചുകൊണ്ട് പോണത്. പക്ഷെ അമ്മ ഇങ്ങനെ വെളിയിലോട്ട് നോക്കിയിരുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. വെച്ചാൽ മേഘം, അമ്മയ്ക്ക് സംശയമായിരുന്നു ഇത് മേഘം തന്നെയാണോ അതോ കോടയാണോ. അപ്പോൾ ഈ വരുന്ന എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ, നെക്സ്റ്റ് വീഡിയോസൊക്കെ. അതിലിങ്ങനെ ഒരുപാട് അടിപൊളി കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമ്മളങ്ങനെ ലാൻഡ് ചെയ്തു മലേഷ്യൻ എയർപോർട്ടിലാണ് കേട്ടോ ലാൻഡ് ചെയ്തേക്കണേ. ഇവിടെ നമ്മൾ ഇനി 2ാമത്തെ ചെക്കിൻ, ഇനി ഈ സാധനങ്ങളൊക്കെ അഴിച്ച് ഒക്കെ ചെയ്ത് ഇനി 2ാമത് കൂടി നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ കയറണം. എന്നിട്ട് ഇവിടെ നമുക്ക് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എൻ്റെ കണ്ണൊന്നും തുറന്നിട്ട് പോലുമില്ല, ഉറക്കപ്പിച്ച്. അമ്മേനോട് നമ്മൾ ചോദിച്ചില്ലല്ലോ അമ്മയുടെ ഫസ്റ്റത്തെ പ്ലെയിൻ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? ഫ്ലൈറ്റിലെ എക്സ്പീരിയൻസ് കാണാൻ പറ്റില്ല, പക്ഷെ രാവിലെ സൺറൈസ് കണ്ടല്ലോ. രാവിലെ സൺറൈസ് കണ്ട്, മേഘങ്ങളെ കണ്ട്, മേഘങ്ങൾ താഴെ കണ്ട്, മേളിൽ കണ്ടുകൊണ്ടിരുന്ന മേഘങ്ങളെ താഴെ കണ്ട്. പോണേത് മേഘങ്ങളുടെ മേളിൽ മഴ പെയ്യുമ്പോഴേക്കും മഴയുടെ മേളിലാണ് നമ്മൾ പോകണം. മഴ താഴെ പെയ്യാം. പിന്നെ ഇവിടത്തെ ഉണ്ടല്ലോ, ഇവിടെ എഴുതിയേക്കണുണ്ടോ കെലൂർ എന്നൊക്കെ എഴുതിയേക്കണേ. എങ്ങനെയാണോ വായിക്കണേന്ന് അറിയില്ല, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, പക്ഷേ അർത്ഥമില്ലാത്ത അക്ഷരങ്ങൾ. ചിലപ്പോൾ ഇവിടെ അർത്ഥം ഉണ്ടാവും, ഇവിടെ അങ്ങനെയാണോ വായിക്കണേന്നും അറിയാൻ വയ്യ കേട്ടോ. ഇനി നമ്മളകത്ത് കയറുന്നു. ഒരു ചായ ഇവിടെ കിട്ടുമോന്നുള്ളത് അറിയില്ല കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ചായ കിട്ടുന്നത് കുറവാണ്. ചിലപ്പോൾ കോഫി ആയിരിക്കും ഉണ്ടാവുക, എന്താണെങ്കിലും കഴിക്കണം. അച്ചട ക്യൂട്ട്. നമ്മളിവിടെ മലേഷ്യയിലുള്ള ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ചോക്ലേറ്റ്. ഇവിടെ ഫുൾ ഇങ്ങനത്തെ നൂഡിൽസ് സംഗതികൾ. ഈ ചോക്ലേറ്റ് അവിടെ അന്വേഷിച്ച് ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ പൈസേക്കാളും ഭയങ്കര പൈസ കൂടുതലാണ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ കറൻസി എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ക്രെഡിറ്റ് കാർഡും വർക്കാണല്ലോ, അപ്പോൾ ഡെബിറ്റ് കാർഡാണ് വർക്കാണ്. ഓരോ സ്വൈപ്പിനും ചാർജസ് എടുത്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഈ ഒരു സാധനം മേടിച്ചിട്ടോ, ഈ ഇങ്ങനത്തെ റാപ്പ്, ചപ്പാത്തി റാപ്പ്, അതും 4 മേടിച്ചു. തൽക്കാലത്തേക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചു. എന്നിട്ട് ഇത് ഇനി ഓണാക്കണം, പക്ഷെ നമുക്ക് അറിയില്ല. ചേച്ചി ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ഫ്ലൈറ്റ് ഇതേ നമ്മൾ കയറാൻ പോവാം. ഞാൻ ടയേർഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായി, എല്ലാവരും ടയേർഡായി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. എത്ര രാവിലെ മുതലുള്ള വെയിറ്റിംഗ് ആണ്. കോംപ്ലിമെന്ററി ആയിട്ട് അതുകൊണ്ട് ഒരു ഫുഡ്. എന്ത് ഫുഡാടി ഇത്? എന്തോ ചോറും എന്തൊക്കെ കൂടിയുള്ളതാണല്ലേ? ചിക്കനാണോ? ഇന്നലെ മേടിച്ച മുഴുവൻ കളഞ്ഞു. ഇന്നലെ മേടിച്ച പോലത്തെ തന്നെ സാധനമാണ് ഇന്ന് അവര് തന്നത് നമുക്ക്. ഒരെണ്ണം മാത്രം, ബാക്കി 2 കുഴപ്പമില്ലായിരുന്നല്ല. ഞാൻ മസാല ദോശ അമ്മയ്ക്ക് അതൊന്നും വേണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും എനിക്ക് പൈൻ്റ് ഉണ്ടായില്ല. ഇന്നിപ്പോ എന്തായാലും കഴിക്കുന്നു, ആരും ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്കാം. ഇന്നെന്തായാലും കഴിച്ചോ.
അച്ഛൻ കഴിച്ചത് ഇന്നലെ ഭയങ്കര മോശമായിരുന്നു. അച്ഛനൊരു മണം ഉണ്ടായിരുന്നു. എന്തെല്ലാം ഉണ്ടായിരുന്നു? നൂഡിൽസ് അല്ലായിരുന്നു. നൂഡിൽസും ഒരു വെള്ള ഒരു സാധനം. അത് കൊള്ളൂലായിരുന്നു. അന്നക്കുട്ടി അപ്പുറം സൈഡിലായി പോയി. അവർക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. അന്നക്കുട്ടി ഒറ്റക്കായി പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ ഒറ്റക്കായി പോയി. നമ്മൾ 4 പേര് അടുത്ത സീറ്റ് ബുക്ക് ചെയ്യുമ്പോഴേക്കും അമ്മ ബിഗിനർ ഫസ്റ്റ് ആളായതുകൊണ്ട് സൈഡിൽ ഇത്തവണ 2 ഇതുണ്ട്, 2 ജനലുണ്ട്. ഒരു ജനലുണ്ട്, അപ്പുറത്തൊരു ജനലുണ്ട്. നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് 2 ഫ്ലൈറ്റ് കയറണമായിരുന്നു കേട്ടോ. അപ്പോൾ 2ാമത്തെ ഫ്ലൈറ്റ് ആയപ്പോഴേക്കും നേരം വെളുത്തെന്നല്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. മൂപ്പാട് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തത്. അപ്പോൾ ഈ സമയമായപ്പോഴേക്ക് പൊങ്ങണമൊക്കെ കാണാൻ പറ്റും കേട്ടോ, വിമാനം പൊങ്ങി പോണത്. പിന്നെ മേഘങ്ങളുടെ ഉള്ളിൽ കൂടെയൊക്കെ പോകണം. ഇങ്ങനെ കണ്ട ഒരു രസമായിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് അത്ഭുതമായിരുന്നു, മേഘം തന്നെയാണോ ഇത്, മേഘങ്ങളുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റുമോ? അപ്പോൾ അത് അമ്മ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കണം. അടുമ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ ശരിക്കും കുറേ സംശയങ്ങളൊക്കെ ചോദിച്ച് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ഇത്രയും സംശയങ്ങൾ എവിടെ നിന്നാണ് വന്നത്. അമ്മ ഇത്രയും സംശയമുള്ള ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും സംശയങ്ങൾ അമ്മയിൽ നിന്നാണെന്ന് തോന്നുന്നത്. എനിക്ക് ആ ഒരു സംശയം ഇങ്ങനെ ക്യൂരിയോസിറ്റി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ എത്തി. ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിങ്ക് നമ്മുടെ എവിടെ? ഇല്ല ദേ വന്യ പച്ച വന്യ അഴുക്കായല്ലേ ഇത്. ഇതല്ല അത്. ഈ അമ്മ എല്ലാം എടുക്കുവോ? അങ്ങനെ ഞങ്ങൾ വീണ്ടും പെട്ടി മറന്നിരിക്കുകയാണ്. 3ാമത്തെ തവണ പോയ എന്റെ വിലപ്പെട്ട 8 ഷണ്ടി പോവും. അതല്ല ഇതിന്റെ എന്തുട്ടുള്ളത് ഷണ്ടി. നമ്മൾ ക്രാബി എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കാർഡ് പിടിച്ച് ഈ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ സതീശേട്ടൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതോ, പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും വണ്ടി കറക്റ്റ് വന്നില്ലെങ്കിലൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പോൾ അങ്ങനെ പുള്ളി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത്, ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു, അത്രയും നേരം പുള്ളി അവിടെ വെയിറ്റ് ചെയ്തിരുന്നെന്നുള്ളതാണ്. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഷുഗർ മറീന എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ. അത് കുറച്ചൊരു 1 hour ഡ്രൈവ് ഉണ്ട് നമ്മുടെ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ ഹോട്ടലിലോട്ട് പോണത്. ഈ ഒരു വണ്ടിയിലാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി ഭയങ്കര കംഫർട്ടബിളാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഈ വണ്ടി ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷെ എന്തൊരു ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇരുന്ന് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ വ്യൂ അടിപൊളിയാണ്. ഫ്രണ്ടിലും മലയും സൈഡിൽ കടലുമായിട്ടുള്ള വ്യൂ ആണ്. പിന്നെ വാലന്റൈൻസ് ഡേയുടെ ആ ഒരു നെക്സ്റ്റ് ഡേ വാലന്റൈൻസ് ഡേയുടെ അന്നാന്ന് തോന്നുന്നു ഞങ്ങളവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രാബിയിലെ നമ്മുടെ ഫസ്റ്റത്തെ ദിവസത്തെ താമസിക്കുന്ന ഹോട്ടലിൽ കാണിച്ചു തരാം. നമ്മൾ നിൽക്കുന്നത് ഷുഗർ മറീന എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് കേട്ടോ. ഞങ്ങൾ 2318 പിന്നെ അപ്പുറത്തെ അച്ഛനും അമ്മയും 2316 അപ്പൊ നമ്മുടെ റൂം ടൂറിനെ കാണിച്ചു തരാം. ഭയങ്കര ടയർഡായിട്ടിരിക്കുക. പക്ഷെ ഞാനിത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചു. സോ വെൽക്കം. വരുമ്പോ തന്നെ എന്റെ ഫേവറേറ്റ് പോർഷൻ എന്തായി ഫുൾ ഇത്. അപ്പൊ എനിക്ക് ഓരോ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ടൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയാലും അപ്പുറത്തെ ആൾക്കാരുണ്ട്, നമുക്ക് ബുദ്ധിമുട്ട് ചെയ്യണ്ടല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട് കേട്ടോ. ഫാനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ AC കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ചെരുപ്പുണ്ട്, പിന്നെ ടവലുണ്ട്, പിന്നെ ഒരു വാഷ് ബാഗ് ആണെന്ന് തോന്നുന്നത്. ഇത് വാഷ് ബാഗ് അല്ലേ ആണെന്ന് തോന്നുന്നു. വാഷ് ബാഗ് ഉണ്ട്. പിന്നെ നമുക്കൊരു കബോർഡ്, ലോക്കർ ഉണ്ടായിരുന്നു. പാസ്പോർട്ട് അത് കയറ്റിയത് കബോർഡിൽ ഡിസൂസന്റെ സാധനം ഉണ്ട് കേട്ടോ. അതല്ല മറ്റേ ഇതുണ്ട്, കൊടയുണ്ട്. അത് നല്ലതാട്ടോ കൊടയുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഏരിയ. പിന്നെ നമുക്കൊരു കുട്ടി ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ? 2 കുപ്പി വെള്ളം മാത്രം. പിന്നെ പിന്നെ ഇതിനകത്താട്ടോ കിച്ചണിലുള്ളത്. നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി കുടിക്കാൻ വെച്ചാൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മുടെ ബാത്റൂം ടൂർ ആയാലോ? ബാത്റൂം ഭയങ്കര ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ബാത്റൂമാണ്. എനിക്ക് മിറർ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. നീണ്ട മിറർ, ഇവിടെ കയറി ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ മിറർ. ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് ഞാൻ പണ്ട് വേറെ ഒരു കൊളാബ് ഷൂട്ടിനായിട്ട് ഇങ്ങനെ ഒരു സാധനം എന്തോ ഒരു ബ്രാൻഡിന്റെ പച്ച കളർ മനസ്സിലായി. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഇതുണ്ട്. ഇത് തുണി തൂക്കിടാനാണോ?
നിങ്ങൾക്ക് അറിയുന്നവർ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് പിന്നെ നമുക്കൊരു ക്യൂട്ടൂസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഇതെന്താ വെളിയിലോട്ടാണോ? അല്ലടാ ലൈറ്റാ, ഞാനിവിടെ മേളിൽ ഓപ്പൺ ആണോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ കാണാം. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്, ഫോൺ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ബാഗാ. പിന്നെ വിശാലമായ 2 ബെഡാണുള്ളത്. ആക്ച്വലി ഞങ്ങൾക്ക് 2 റൂം വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോ തോന്നാം. ഒറ്റ റൂം മതിയായിരുന്നു. കണ്ടാ നല്ല വിശാലമായിട്ടുള്ള 2 ക്വീൻ അല്ല, ക്യൂനാണോ? അല്ലല്ല ക്യൂൺ സൈസ് ഉണ്ടെന്ന് എനിക്ക് ഇതെന്തായാലും കണ്ടിട്ട് ക്യൂൺ ഉണ്ട്. ഇതന്നെയല്ലേ അത്രയും അവിടെ അങ്ങനത്തെ ഒരു വലിയൊരു കട്ടിൽ. പിന്നെ 2 സൈഡിലും ചെറിയൊരു സൈഡ് ടേബിൾ ഉണ്ട്. ഒരു ഫാമിലി 4 പേരൊക്കെ വന്ന അടിപൊളിയായിരിക്കും അല്ലേ? 2 പിള്ളേരും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ദിവാൻ തൊട്ടേണ്ടി ഇങ്ങനെ കിടന്ന് തന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി ഈ 2 കിടക്കയിൽ കിടന്ന് നിങ്ങൾക്ക് സ്ഥലം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കാം. പിന്നെ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഇങ്ങനെ തുറക്കുന്നു. നമ്മൾ ഇങ്ങനെ തുറന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ച് കാണാം. നല്ല 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 അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ആക്ച്വലി ഈ ഹോട്ടലിന്റെ വ്യൂ നല്ല രസാട്ടോ. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ച്, ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല. 2ന്റെ ഒരു കോമ്പിനേഷൻ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളും കാണാം. അട്രാക്ഷൻ അതാണ് നമ്മുടെ റൂം ടൂർ. ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് റിയൽ ആയിട്ട് നാളത്തെ വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളും ഒക്കെ പറയാം. കിസ് ചെയ്യുന്നു എന്റെ ബാക്ക് സൈഡിൽ, നല്ല രസമുണ്ട്. മുടി ഇങ്ങനെ തിളങ്ങുന്ന ഒരു ഓറ പോലെ. ചൂടൊക്കെ ഉണ്ടെന്ന് ഒന്ന് മുങ്ങിയാണ് തിരിക്കുന്നത്. നല്ല ചൂടുണ്ട്. അച്ഛനും ഇഷ്ടപ്പെട്ടില്ലേ മസാജ്? സെറ്റല്ലേ? ഇഷ്ടപ്പെട്ടു, നല്ല രസം.